അങ്ങ് ദൂരെ ആ കിഴക്ക് ദിക്കിൽ നോക്കിക്കേ, ആകാശത്ത് മഴവില്ല് വിരിഞ്ഞ് നിൽക്കുന്ന കേട്ടോ. മഴവില്ല് മാത്രമല്ല മിന്നലിന്റെ ചിത്രപ്പണികളും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കണ്ട മഴവിൽ കാഴ്ചയാണ് കേട്ടോ. ഇതിനിടയ്ക്കാണ് ഒരു സെക്കൻഡ് പോലും ദൈർഘ്യമില്ലാത്തൊരു മിന്നൽ വെളിച്ച് അതുവഴി പാസ് ചെയ്തത്. വീഡിയോയിൽ ഞാനത് 1-2 തവണ റിപ്പീറ്റ് അടിച്ച് കാണിച്ചു എന്നുള്ള കേട്ടോ. ബൈ ദ വേ നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് വരാം. ഇത് ഇന്ന് രാവിലെ, അതായത് സാറ്റർഡേ മോർണിംഗ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ ചായയും കൊണ്ട് ഞാനിങ്ങനെ ഷോ കാണിച്ച് നടക്കുന്നത് എന്റെ ചായക്കപ്പും ഞാൻ ഇട്ടിരിക്കുന്ന എന്റെ കുർത്തയിൽ ആ ഓറഞ്ച് പ്രിന്റും തമ്മിലുള്ള കോമ്പിനേഷൻ അങ്ങ് മാച്ച് ആയതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ചായക്കപ്പ് കൈ പിടിച്ച് നടക്കുന്നത്. കുർത്തയെക്കുറിച്ച് 2 വാക്ക് പറയണ്ടേ. കുർത്ത നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അഫോർഡബിൾ റേറ്റിന് വാങ്ങിച്ചതാണ് കേട്ടോ. മിക്കവാറും കണ്ട് പരിചയമുള്ള ഒരു കുർത്തയല്ലേ. 320 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ കുർത്ത വാങ്ങിച്ചത്. ഇതിന്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തു. അങ്ങനെ ചായ കൂടിയും കുർത്താ ഷോയൊക്കെ ഒരുമിച്ച് നടത്തിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് എപ്പോഴേ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വകയാണ്. പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അവല് നനച്ചതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലും എളുപ്പത്തിൽ ഒരു പ്രഭാത ഭക്ഷണം സ്വപ്നങ്ങളിൽ മാത്രം. കാരണം നമുക്ക് ടേസ്റ്റി നൂഡിൽസിന്റെ ജാഗരി പൗഡർ ഉണ്ടല്ലോ, നൊസ്റ്റു ഫീലുള്ള പലഹാരമാണ് അവല് നനച്ചത്. അതുകൊണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര ചുരണ്ടിയും ചീവിയൊക്കെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശർക്കര പൊടി വാങ്ങിച്ചു വെച്ചേക്കുന്നത്. അവലും ശർക്കര പൊടിയും തേങ്ങയും പിന്നെ ഒരു 2-3 ഏലക്ക പൊടിച്ചതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി ആ ഒരു പദം വരും. എൻ്റെ ഒരു ടേസ്റ്റും എൻ്റെ സങ്കല്പത്തിലേക്ക് അവല നനച്ചത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് സോഫ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ പഴം അരിഞ്ഞിട്ട് കൊടുക്കുകയോ പാല് തളിച്ചു കൊടുക്കുകയോ കുറച്ച് നെയ്യ് തടവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് ഇതാണ് ഇഷ്ടം. ഇങ്ങനെ ഈ സെമി ഹാർഡായിട്ടുള്ള അവല നനച്ചത് ഇങ്ങനെ ഒരു സ്പൂൺ ഇങ്ങനെ വായിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചവച്ചിരിക്കണം. അതാണ് എനിക്ക് അതിനകത്ത് കിട്ടുന്ന ഒരു എൻജോയ്മെന്റ്. അങ്ങനെ ഞാൻ അവലിങ്ങനെ ചവച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ എന്താ സ്റ്റാർ ഇട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കസിൻ ബ്രോ അതുവഴി പാസ് ചെയ്യുന്നത്. ഒപ്പം മിനിയാൻറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ഞാനിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഫ്രെയിമിൽ അമ്മച്ചിയും വന്നിട്ടുണ്ട്. ഇവരാരും എൻ്റെ ഒളിക്യാമറ ഇവിടെ ഇരിക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതം ഞാൻ യൂട്യൂബിന് വേണ്ടി മാറ്റിവെച്ചേക്കുവാണ്. അതുകൊണ്ട് എപ്പോൾ എങ്ങനെ എവിടെയൊക്കെ ക്യാമറ ഇരിക്കും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല എന്നുള്ളത് ഓൾറെഡി ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു. അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ആര് ഫ്രെയിമിൽ വന്നാലും അവരെയൊക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നു. ഒരു തവണയല്ല പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇനി യൂട്യൂബിന് എന്നെ വേണ്ടെങ്കിലും എനിക്ക് യൂട്യൂബിനെ വേണം. ഞാനിങ്ങനെ പുതിയ കുർത്ത വാങ്ങിച്ചതോ അല്ലെങ്കിൽ ഇതുപോലെ മുട്ടത്തൊണ്ടിൽ പെയിന്റ് അടിച്ച് ചുള്ളിക്കമ്പിൽ കുത്തി വെക്കുന്നതോ ഒക്കെ വീഡിയോ ആക്കി അങ്ങ് ഇടാന്നേ. കഴിഞ്ഞ ക്രിസ്മസിന് ക്രിസ്മസ് ട്രീ ചെയ്ത ഇത്തിൽക്കണ്ണിയുടെ ആ സ്കെൽറ്റനിലാണ് കേട്ടോ ഞാനിപ്പോൾ ആ മുട്ടത്തൊണ്ട് ഇങ്ങനെ പെയിന്റ് അടിച്ച് വെക്കുന്നത്. മുട്ടത്തൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച് വെക്കുമ്പോഴത്തേക്ക് പെയിന്റ് കാണത്തില്ല. പെയിന്റ് വരുമ്പോഴത്തേക്ക് മുട്ടത്തൊണ്ട് എടുത്ത് അമ്മച്ചി എവിടെയെങ്കിലും കളയും. ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് എനിക്കിത് ചെയ്യാനുള്ള ഒരു മൂഡും കാണത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇരുന്ന് ചെയ്യുന്ന കാര്യം കണക്കാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇളം വെയിലൊക്കെ കൊണ്ട് കയ്യോടെ ഇങ്ങനെ കുറച്ചായിട്ട് ചെയ്ത് ആ ഒരു സ്കെൽട്ടൻ നമുക്ക് ഫില്ല് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ പിന്നീടുള്ള വീഡിയോയിൽ കാണിക്കാതെ. 25 നോയമ്പ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എടുത്തിട്ടില്ല എന്ന് ചോദിച്ചാൽ എടുത്തിട്ടുണ്ട്. നിലവിൽ 25 നോയമ്പ് പ്രമാണിച്ച് അടുക്കളയിൽ ഇറച്ചി മീനും ഒന്നും വെപ്പിക്കാത്ത സാഹചര്യത്തിൽ നോയമ്പിലാണ്. അതുകൊണ്ട് ഇന്നത്തെ ലഞ്ചും കൂടെ കാണിക്കുന്നുണ്ട്. ലഞ്ചിന് നല്ല അടിപൊളി കുത്തരി ചോറും പിന്നെ സാമ്പാറും അതുപോലെ നാടൻ അച്ചിങ്ങ ഉലർത്തിയതും സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അച്ചാറും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.